CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെ രൂക്ഷ വിമർശനം. പിണറായിയുടെ ധാർഷ്ട്യം കാരണമാണ് തെരഞ്ഞെടുപ്പ് തോറ്റത്. പ്രായപരിധിയിൽ പിണറായിക്ക് മാത്രം എന്താണ് ഇളവ്? പിണറായിയെ പ്രതിപക്ഷ നേതാവ് ആക്കരുത്. ശരീരഭാഷ സാധാരണക്കാരന് ഉൾക്കൊള്ളാൻ കഴിയാത്തത്. വീട്ടിൽ പോയി പറയുന്നതിന് പല അർത്ഥങ്ങളുണ്ട്. വാർത്താ സമ്മേളനങ്ങളുടെ ശരീരഭാഷ ശരിയല്ലെന്ന് സമ്മതിച്ച് CPM സെക്രട്ടറി പറഞ്ഞു. വീട്ടിൽ നിന്നും പോലും വിമർശനം ഉണ്ട് എന്നാണ് പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ചേർന്ന ആദ്യ സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് സഖാക്കൾക്ക് നിർഭയമായും സ്വതന്ത്രമായും കമ്മിറ്റികളിൽ അഭിപ്രായം പറയാമെന്നുള്ളതായിരുന്നു. അന്ന് വലിയ ആശ്ചര്യത്തോടുകൂടിയാണ് എല്ലാവരും അത് കേട്ടത്. പക്ഷേ ഇന്ന് സംസ്ഥാന സെക്രട്ടറിയുടെ മുഖത്ത് നോക്കി കടുത്ത വിമർശനമാണ് CPMന്റെ എല്ലാ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും പാർട്ടി നേതാക്കൾ ഉന്നയിക്കുന്നത്. ഇന്നലെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിലും കാഴ്ച വ്യത്യസ്തമായിരുന്നില്ല. പാർട്ടി സെക്രട്ടറിക്ക് മാത്രമല്ല മുഖ്യമന്ത്രിക്കെതിരെയും അതിരൂക്ഷ വിമർശനമുണ്ട്. പിണറായിയുടെ ധാർഷ്ട്യവും ശരീരഭാഷയുമാണ് പരാജയത്തിന് പ്രധാന കാരണമെന്ന വിമർശനമുണ്ടായി. സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ശരീരഭാഷയാണ് മുഖ്യമന്ത്രിക്ക്. വീട്ടിൽ പോയി പറയാനൊക്കെയാണ് മുഖ്യമന്ത്രി പലപ്പോഴും പറയുന്നതിന് പല അർത്ഥതലങ്ങളുണ്ട്. CPM പ്രവർത്തക വെള്ളറടയിൽ സെൽഫി എടുക്കാൻ വന്നപ്പോൾ തടഞ്ഞു മുഖ്യമന്ത്രി. അതും വലിയ ചർച്ചയായി മാറിയതാണ്, വിമർശനമായി മാറിയതാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ അതിരൂക്ഷമായ വിമർശനമുണ്ടായി. മുഷിഞ്ഞ ഷർട്ടിട്ട് വരുന്നവരെ മാറ്റി നിർത്തുകയായിരുന്നു ഓഫീസ്. അവിടേക്ക് സാധാരണക്കാരന് കടക്കാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ UP യോഗി ആദിത്യനാഥ് പന്തലിട്ടാണ് ആളുകളെ കാണുകയും അവരോട് ഇടപഴകുകയും ചെയ്യുന്നത്. സമ്മേളനങ്ങളിൽ സംസ്ഥാന സെക്രട്ടറിയുടെ ശരീരഭാഷ ശരിയല്ല എന്ന വിമർശനമുണ്ടായി. പലപ്പോഴും അത് അപഹാസ്യമായി മാറുന്നു. അദ്ദേഹം അത് ശരിവെച്ച് തൻ്റെ മകൻ പോലും അത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ഇനി അത്തരം ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന്, പക്വതയോടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. PK ശ്യാമളയെ സ്ഥാനാർത്ഥി ആക്കിയതിനെതിരെ വലിയ വിമർശനം ഉയർന്നു വന്നു. എന്നാൽ ആണധികാരം ഉപയോഗിക്കാൻ താൻ തയ്യാറല്ല എന്നതിൻ്റെ പ്രഖ്യാപനമായാണ് അവർക്ക് സീറ്റ് നൽകിയെന്ന ഒരു വാദമാണ് MV ഗോവിന്ദൻ മുന്നോട്ട് വച്ചത്. മാത്രമല്ല അത് എതിർക്കുന്നവർ ആണധികാരത്തിൻ്റെ വക്താക്കളാണെന്നും അദ്ദേഹം നിലപാടെടുത്തു. മന്ത്രിമാർക്കെതിരെ KN ബാലഗോപാലിനും വീണ ജോർജിനും അതുപോലെ R ബിന്ദുവിനെതിരെയൊക്കെ വലിയ രൂക്ഷ വിമർശനങ്ങൾ ഉണ്ടായി. സംഘടനാബോധമില്ലാത്തവരെ മന്ത്രിയാക്കരുതെന്ന് വീണ ജോർജിനെ പരാമർശിച്ച ഒരംഗം പറഞ്ഞു. MB രാജേഷിനെതിരെയും വലിയ വിമർശനമാണ് യോഗത്തിൽ ഉയർന്നു വന്നത്. കണ്ണൂർ കോട്ടകൾ തകർന്നതിനെതിരെ വലിയ വിമർശനം ഉണ്ടായി. പ്രായപരിധിയിൽ മുഖ്യമന്ത്രിക്ക് മാത്രം, പിണറായിക്ക് മാത്രം എന്തിന് ഇളവ് നൽകുന്നു, എന്ത് പ്രത്യേകതയാണ് അദ്ദേഹത്തിനുള്ളതെന്ന ചോദ്യവും ഉയർന്നു വന്നു. മറ്റാരും ഇല്ലാത്തത് കൊണ്ടാണ് പിണറായിയെ പ്രതിപക്ഷ നേതാവാക്കേണ്ടി വന്നതെന്നായിരുന്നു MV ഗോവിന്ദൻ്റെ വിശദീകരണം. ഏതായാലും സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിർദ്ദേശം മാനിച്ചുകൊണ്ട് അതേ രീതിയിൽ കടുത്ത വിമർശനമാണ് എല്ലാ കമ്മിറ്റികളിലും മുഖ്യമന്ത്രിക്കും സംസ്ഥാന സെക്രട്ടറിക്കുമെതിരെ, സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉയരുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിരിച്ചുവിടണം, പുനഃസംഘടിപ്പിക്കണമെന്ന ആവശ്യം പോലും ഉയർന്നു വന്നു. ഈ ചർച്ചകളിലൊക്കെ നിന്നെടുത്ത ചർച്ചകൾക്ക് അവസാനമാകും സംസ്ഥാന നേതൃത്വം വീണ്ടും ചേർന്ന് തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് തയ്യാറാക്കുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.